വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ കം ബാക്ക് സൂൺ എന്ന പോയമാണ്. നമ്മളെ വളരെ അടുത്തും അകലെയുമായ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകാറില്ലേ? അങ്ങനെയുള്ള യാത്രകളെ പറ്റിയാണ് ഈ കവിതയിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. നോക്കാം, ആ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യമായിട്ട് നോക്കിയാൽ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിമാനത്തിൻ്റെ ഒക്കെ പടം, ഹെലികോപ്റ്ററിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ബസ്സിൻ്റെ പടം കൊടുക്കുന്നത്, സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുന്ന പടവും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതായാലും എന്താ പറയുന്നതെന്ന്. ടേക്ക് എ ബസ് ഓർ ടേക്ക് എ ട്രെയിൻ, ടേക്ക് എ ബോട്ട് ഓർ ടേക്ക് എ പ്ലെയിൻ, ടേക്ക് എ ടാക്സി, ടേക്ക് എ കാർ, മേ ബി നിയർ ഓർ മേ ബി ഫാർ. വിവിധ തരത്തിലുള്ള യാത്രാ രീതികളെ പറ്റിയാണ് നമുക്ക് ഈ കവിതയിലൂടെ പോയിട്ട് കാണിച്ചു തരുന്നത്. വിവിധ തരത്തിലുള്ള യാത്രാ രീതികളെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ ബസ്സിൽ പോകുന്ന എപ്പോഴാണ്? വളരെ അകലെ അല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ്. ഒരുവിധമൊക്കെ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ബസ്സിലാണ് പോവുക, അല്ലേ? വളരെ ദൂരെ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമല്ലോ, ട്രെയിൻ ഉപയോഗിക്കും, അല്ലേ? 10-50 കിലോമീറ്റർ ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിന് പോകും. അതിൽ കൂടുതൽ ദൂരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകും. ട്രെയിനിൻ്റെ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കേട്ടോ. ഇനി നദികളും കായൽ മീൻസ് ബാക്ക് വാട്ടേഴ്സൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമ്മൾ ബോട്ട് ഉപയോഗിക്കും, ബോട്ടിൽ പോകും. നദിയിലൂടെ യാത്ര ചെയ്യണമെന്ന് ബോട്ടിൽ പോകും. ഇനി വളരെയധികം ദൂരത്തേക്ക് പോകണമല്ലോ, അടുത്തൊരു രാജ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകണം. അപ്പം നമുക്ക് വേണമെങ്കിൽ പണം കൂടുതലുണ്ടെങ്കിൽ പ്ലെയിൻ ഉപയോഗിക്കാം, വളരെ പെട്ടെന്ന് അവിടെ ചെന്നെത്തും. വിവിധ രാജ്യങ്ങളിലേക്ക് കടന്ന് പോകണമെങ്കിൽ നമ്മൾ മിക്കവാറും പ്ലെയിനാണ് ഉപയോഗിക്കുന്നത്, എയ്റോപ്ലെയിൻ. വളരെ വേഗത്തിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് എയ്റോപ്ലെയിൻ. ഇനിയോ നമ്മൾ സാധാരണ യാത്രയ്ക്കൊക്കെ നമ്മൾ ടാക്സി ഉപയോഗിക്കും. വാടക കിടക്കുന്ന മോട്ടോർ വാഹനത്തിനാണ് നമ്മൾ ടാക്സി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കാറാകാം, ചിലപ്പോൾ ഓട്ടോറിക്ഷയാകാം, അതൊക്കെയാണ് ടാക്സി ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കാർ ഉപയോഗിക്കാം. ഒരു 10, 80, 100 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി വിളിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാടകയ്ക്കൊരു കാർ എടുത്ത് പോകാം. ചിലപ്പോൾ അത് അടുത്തായിരിക്കാം, ചിലപ്പം വളരെ ദൂരത്തേക്കും പോകാം. കാർ എടുത്തുകൊണ്ട് നമുക്ക് 10, 25 കിലോമീറ്റർ ദൂരത്തേക്കോ അല്ലെ 10, 150 കിലോമീറ്റർ അത്രയും ദൂരത്തേക്കോ നമുക്ക് കാർ കൊണ്ടുപോകാം. ഇനി അതേതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. ടേക്ക് എ ബസ് ഉപയോഗിക്കാം, ഓർ ടേക്ക് എ ട്രെയിൻ, അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കാം. ടേക്ക് എ ബോട്ട് ഉപയോഗിക്കാം നമുക്ക്, ഓർ ടേക്ക് എ പ്ലെയിൻ. ഓരോന്നിനും ഓരോ സാഹചര്യം ഉണ്ടെന്ന് മാത്രം. ടേക്ക് എ ടാക്സി, നമുക്ക് റെൻ്റ് കാറോ അല്ലെ വാടക കിടക്കുന്ന ഓട്ടോറിക്ഷയൊക്കെ ഉപയോഗിക്കാം. ഓർ ടേക്ക് എ കാർ, ഒരു ക്യാബ് ഉപയോഗിക്കാം, കാർ ഉപയോഗിക്കാം. മേ ബി നിയർ, ചിലപ്പം വളരെ അടുത്തായിരിക്കും. ഓർ മേ ബി ഫാർ, അല്ലെങ്കിൽ വളരെ അകലെ ആയിരിക്കും, കേട്ടോ. അപ്പോൾ ഇത് വണ്ടി ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ്. ടേക്ക് എ റോക്കറ്റ് ടു ദ മൂൺ, ബട്ട് ബി ഷുവർ ടു കം ബാക്ക് സൂൺ. നമുക്കേ ചന്ദ്രനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. കാറിലോ അതുപോലെ പ്ലെയിനിലോ ഒന്നും കയറി ചന്ദ്രനിൽ പോകാൻ പറ്റുകയില്ല. അതിന് ബഹിരാകാശം കടന്നു പോകണ്ടേ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റോക്കറ്റാണ്. ടേക്ക് എ റോക്കറ്റ് ടു ദ മൂൺ. ചന്ദ്രനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോക്കറ്റിലേ കയറി പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം, ബട്ട് ബി ഷുവർ, ഒരു കാര്യം തീർച്ചയാക്കണേ, ടു കം ബാക്ക് സൂൺ, പോയാൽ തിരിച്ചു വരണം. അതോർത്തോണം. നമ്മൾ പോകുന്നത് എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ടായിരിക്കും, കുറച്ച് അകലേക്കായിരിക്കും, അല്ലെ വളരെ അകലത്തേക്കായിരിക്കും. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വീടിരിക്കുന്ന ഭാഗത്തേക്ക്, നമ്മുടെ ബന്ധുക്കളുടെ അടുക്കിലേക്കൊക്കെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പം എന്താണെങ്കിലും ഓർക്കണം, ബി ഷുവർ, തീർച്ച വരുത്തണം. ടു കം ബാക്ക് സൂൺ, തിരിച്ചു വരാനായിട്ട്, കേട്ടോ. നമ്മൾ എവിടെ പോയാലും തിരികെ വീട്ടിൽ വരാനൊരു തീരുമാനം ഉണ്ടാകണേ, കേട്ടോ. ഇനി നമുക്ക് ഇതിലെ ന്യൂ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രെയിൻ, TRAIN, ട്രെയിൻ. ട്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തീവണ്ടി. ബോട്ട്, BOAT, ബോട്ട് മീൻസ് വള്ളത്തിന് ബോട്ടെന്നാണ് പറയുന്നത്.
കായലിൽ കൂടെ വെള്ളത്തിൽ കൂടെ ഓടുന്ന ബോട്ട്, മോട്ടോർ ബോട്ടും ഉണ്ട്. പ്ലെയിൻ, അത് എയ്റോപ്ലെയിനാണേ, വിമാനം, PLANE, പ്ലെയിൻ, വിമാനത്തിൻ്റെ പേരാണ് പ്ലെയിൻ എന്ന്, എയ്റോപ്ലെയിൻ. ടാക്സി, TAXI, ടാക്സി, വാടകയ്ക്ക് എടുക്കുന്ന വണ്ടികളെയാണ് ടാക്സി എന്ന് പറയുന്നത്. ടാക്സി കാറാകാം, ടാക്സി ഓട്ടോറിക്ഷയാകാം, അങ്ങനെയൊക്കെ വാടകയ്ക്ക് കൂടുന്ന വണ്ടികളൊക്കെ ഉണ്ട്, അതിനാണ് ടാക്സി എന്ന് പറയുന്നത്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്തെന്നാണ്, നിയർ, അടുത്ത്. റോക്കറ്റ് അറിയാമല്ലോ, ആകാശത്തേക്ക് വളരെ ദൂരെ ചന്ദ്രനിലേക്കൊക്കെ പോകുന്നതിന് റോക്കറ്റാണ് ഉപയോഗിക്കുന്നു, റോക്കറ്റ്. ദെൻ ലെറ്റ് us സ്പീക്ക്, നമുക്കൊന്ന് സംസാരിക്കാം. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ എ ബസ് ഓർ എ ട്രെയിൻ? ഹാവ് യു എവർ ട്രാവൽഡ് ബൈ എ ബസ് ഓർ എ ട്രെയിൻ? നിങ്ങൾ എന്നെങ്കിലും ബസ്സിനോ ട്രെയിനിനോ കയറി യാത്ര ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം, ഇല്ലേ? ഹാവ് യു എവർ ട്രാവൽഡ് ബൈ എ ബസ് ഓർ എ ട്രെയിൻ? അപ്പം നമ്മളെങ്ങനെ ഉത്തരം പറയും? യെസ്, ഐ ഹാവ് ട്രാവൽഡ് ബൈ ബസ്. യെസ്, ഐ ഹാവ് ട്രാവൽഡ് ബൈ ബസ്. അല്ലെങ്കിൽ പറയാം ഐ ഹാവ് ട്രാവൽഡ് ബൈ എ ട്രെയിൻ. ഞാൻ ബസ്സിന് പോയിട്ടുണ്ട്, ഐ ഹാവ് ട്രാവൽഡ് ബൈ ട്രെയിൻ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടിലും പോയിട്ടുള്ളതുണ്ടല്ലോ, ട്രെയിനിലും പോയിട്ടുണ്ട്, ചിലർ ബസ്സിലും പോയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മളങ്ങനെ എന്ത് പറയും? യെസ്, ഐ ഹാവ് ട്രാവൽഡ് ബൈ ബോത്ത് ബസ് ആൻഡ് ട്രെയിൻ. ഐ ഹാവ് ട്രാവൽഡ് ബൈ ബോത്ത് ബസ് ആൻഡ് ട്രെയിൻ എന്നും പറയാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എവിടെയാണ് പോയിരിക്കുന്നത്? അപ്പം നമുക്ക് പറയാം, എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി, അല്ല അമ്മയുടെ വീട്ടിലേക്ക് പോയി, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി എന്നങ്ങനെ പറയും. ചോദ്യം ഇതാണ്, വേർ ഡിഡ് യു ഗോ? അപ്പോൾ നമ്മൾ പറയും ഐ വെൻറ്റ്. ഗോയുടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം, ഗോ വെൻറ്റ് എന്നാണ്, ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻറ്റാണ്. ഡിഡ് ഗോ എന്നല്ല ചോദിക്കുന്നത്, വേർ ഡിഡ് യു ഗോ? അപ്പോൾ നമ്മളെന്ത് പറയും? ഡിഡ് ഗോ എന്നുള്ളത് വെൻറ്റാകും. ഐ വെൻറ്റ് ടു മൈ അങ്കിൾസ് ഹൗസ്. ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഐ വെൻറ്റ് ടു മൈ അങ്കിൾസ് ഹൗസ്, ഇല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. വാട്ട് ഡിഡ് യു ഈറ്റ് ഓൺ ദി വേ? പോകുന്ന വഴിക്ക് നിങ്ങൾ എന്താ കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ് ഓൺ ദ വേ? പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ കൊണ്ടുപോകല്ലോ. അതിന് ഉത്തരം എങ്ങനെയായിരിക്കും? നമ്മൾ പോകുന്ന വഴിക്ക് ചിപ്സൊക്കെ കഴിക്കും. ഐ എയ്റ്റ് സ്നാക്സ്. ഞാൻ സ്നാക്സൊക്കെ കഴിച്ചു. അല്ലെങ്കിൽ ഐ എയ്റ്റ് ചോക്ലേറ്റ്സ്. ഞാൻ ചോക്ലേറ്റ് കഴിച്ചു എന്നൊക്കെ പറയാം. വാട്ട് ഡിഡ് യു ഈറ്റ് ഓൺ ദ വേ? ഐ എയ്റ്റ് ചോക്ലേറ്റ്സ്, അങ്ങനെ പറയാം. ഓർ ഐ എയ്റ്റ് സ്നാക്സ് ഓൺ ദ വേ. പോകുന്ന വഴിക്ക് ഇതൊക്കെ കഴിച്ചെന്ന് പറയാം. അടുത്തത് നാലാമത്തെ, വാട്ട് ഡിഡ് യു സീ ഫ്രം ദ വിൻഡോ? അതിൻ്റെ ട്രെയിൻ ആയിരിക്കും, അതിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കിയാണല്ലോ, ഇപ്പോൾ പുറത്തേക്ക് നോക്കിയില്ലേ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ കണ്ടു എന്നാണ് ചോദ്യം. വാട്ട് ഡിഡ് യു സീ ഫ്രം ദ വിൻഡോ? വിൻഡോയിൽ കൂടെ എന്തൊക്കെ കണ്ടു? ഐ സോ മെനി പീപ്പിൾ. ഐ സോ മെനി പീപ്പിൾ, ഞാൻ ഒത്തിരി പേരെ കണ്ടു, അല്ലേ? ട്രെയിനിലൊക്കെയാണ് നമുക്ക് പറയാം ഐ സോ ഡിസ്റ്റൻറ്റ് വില്ലേജസ്, അകലെയുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ടു. ഐ സോ ഡിസ്റ്റൻറ്റ് വില്ലേജസ്, അകലെയുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ടെന്ന് പറയാം. ദെൻ അഞ്ചാമത്തെ നോക്കിയേ, ഹൂ എൽസ് വെൻറ്റ് വിത്ത് യു? ആരാ നിങ്ങളുടെ കൂടെ പോകുന്നത്? കുഞ്ഞുങ്ങളാകുമ്പോൾ ഒറ്റയ്ക്ക് പോവില്ലല്ലോ. ഹൂ എൽസ് വെൻറ്റ് വിത്ത് യു? നിങ്ങളുടെ കൂടെ ആരാ പോകുന്നത്? മൈ ഫാദർ വെൻറ്റ് വിത്ത് മീ. എൻ്റെ അച്ഛനാണ് എൻ്റെ കൂടെ പോകുന്നത്. മൈ ഫാദർ വെൻറ്റ് വിത്ത് മീ എന്ന് പറയാം. ഡിഡ് യു ഹാവ് ഫൺ? ഷെയർ ഇറ്റ് വിത്ത് ദ ക്ലാസ്. ഡിഡ് യു ഹാവ് ഫൺ? പോകുന്നത് രസമായിരുന്നോ? യേസ്, ഐ ഹാഡ് ഫൺ എന്ന് പറയാം. ഡിഡ് യു ഹാവ് ഫൺ? യെസ്, ഐ ഹാഡ് ഫൺ. അങ്ങനെ നമുക്ക് ഉത്തരം പറയാം. കേട്ടോ? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടോ?